ശ്രീ ചെറിയാൻ വിൽപ്പ്, സ്വാഗതം. താങ്കൾ ഏറെക്കാലം CPM-നോടൊപ്പം കഴിഞ്ഞ ആളാണ്. അതെ. അവിടെ നിന്ന് പിന്നെ പടിയിറങ്ങി താങ്കളുടെ കുടുംബത്തിലേക്ക് തന്നെ തിരികെ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ CPM-ന്റെ കൂട്ടിൽ നിന്ന് പലരും ഇറങ്ങുകയാണ്. മുൻപ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർട്ടിയിൽ നിന്നും ഇടത് സഹയാത്രികരായിട്ട് നിൽക്കുന്നവരും ഒക്കെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് റെജി ലൂക്കോസ്, അത് ഇപ്പോൾ സമീപ സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാർ, അതുപോലെ തന്നെ VS-ന്റെ PA. അപ്പോൾ ഇതൊരു തുടർ കഥയായിട്ടങ്ങ് പോകും എന്നാണ് തോന്നുന്നത്. നിങ്ങൾ അവസാനത്തെ കാര്യമാണ് പറഞ്ഞത്. അതെ, ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാകാൻ വേണ്ടി തീരുമാനിച്ചല്ല. ഞാൻ പുതുപ്പള്ളി മത്സരിക്കാൻ തീരുമാനിച്ചു. അത് വൈകാരികമായ തീരുമാനമാണ്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്നെ പിന്തുണച്ചു. പിന്നീട് ഇടതുപക്ഷവുമായി സഹകരിച്ച ഒരാളാണ്. എനിക്ക് മുമ്പ് സഹകരിച്ച ആളാണ് സെബാസ്റ്റ്യൻ പോൾ. കോൺഗ്രസിന്റെ കുത്തകയായ എറണാകുളം അസംബ്ലി സീറ്റും എറണാകുളം ലോക്സഭാ സീറ്റും പിടിച്ചെടുത്ത ആളാണ്. കൈരളിൽ തുടങ്ങിയപ്പോൾ മാധ്യമ വിചാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പങ്ക്തി വലിയ പ്രചാരം കിട്ടിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു CPM-ന്റെ സഹയാത്രികനായി വന്നതുകൊണ്ട് CPM വലിയ നേട്ടങ്ങളുണ്ടായി. പിന്നീട് ക്രമേണ സെബാസ്റ്റ്യൻ പോളിനെ തമസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം വിഷാദമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് പാർട്ടി വേദിയിൽ മാത്രമല്ല സാംസ്കാരിക വേദികളിൽ പോലും കൊടുത്തില്ല. ഇപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് മറ്റു ചില വേദികളിലാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്ന ഒരു നല്ല മുഖമായിരുന്ന സെബാസ്റ്റ്യൻ പോളിനെ തന്നെ ആദ്യമായി ഒഴിവാക്കി. രണ്ടാമത് മഞ്ഞളാംകുഴി അലി. അദ്ദേഹം യഥാർത്ഥത്തിൽ കോളേജ് പഠിക്കുന്ന കാലത്ത് SFI ആണ്. സാധാരണ ഈ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും അങ്ങനെ SFI ചേരുന്നതല്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ വിശ്വാസിയായിരുന്നു. അദ്ദേഹം മങ്കട CH മധുവയുടെ സീറ്റാണ്. അവിടെ അദ്ദേഹം ജയിച്ചു. മുനീറിനെ തന്നെ തോൽപ്പിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ. യഥാർത്ഥത്തിൽ മലപ്പുറം ചുമക്കുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായത് മഞ്ഞളാംകുഴി അലിയാണ്. അതിന് കാരണം TK ഹംസ അവിടെ പാർലമെന്റ് ജയിച്ചപ്പോൾ അതിൻ്റെ പ്രചരണം ചുക്കാൻ പിടിച്ചതാരാ? മഞ്ഞളാംകുഴി അലിയാണ്. പ്രവാസികൾക്ക് സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിൽ പ്രവാസി സംഘം എന്ന ഒരു പോഷക സംഘടന CPM-ന്റെ വകയായി ഉണ്ടാക്കുന്നതിനും അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത് ശക്തിപ്പെടുത്തുന്നതിനും പണം സമാഹരിക്കുന്നതുമെല്ലാം വലിയ പങ്കുവഹിച്ച ആളാണ് മഞ്ഞളാംകുഴി അലി. മഞ്ഞളാംകുഴി അലി 2 തവണ ജയിച്ചെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആക്കിയില്ല. മാത്രമല്ല, പെട്ടെന്ന് വന്ന KT ജലീലിന് അങ്ങനെ വലിയ ജമാഅത്തെ ഇസ്ലാമിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും നേരെ മുസ്ലിം ലീഗ് വന്നു. മുസ്ലിം ലീഗിൽ നേരെ വന്ന ജലീലിനെ പ്രമാണിയാക്കി. മഞ്ഞളാംകുഴി ജീവിച്ചിരിക്കെ തന്നെ പിണറായി വിജയൻ നടത്തിയ 2 ജാഥകളിൽ ജാഥ നയിക്കുന്നതോടൊപ്പം ഇടതുവശത്ത് നിന്നിരുന്ന ആരാ? KT ജലീലാണ്. കാരണം എന്താ? മുസ്ലിം വർഗീയത പ്രീണിപ്പിക്കാൻ മുസ്ലിം കേന്ദ്രങ്ങളുമായിട്ട് എല്ലാവരും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് KT ജലീലിനെ പ്രോത്സാഹിപ്പിച്ചത്. KT ജലീലിന് ഒരു പ്രാമാണിത്യം കിട്ടിയപ്പോൾ നമ്മുടെ മഞ്ഞളാംകുഴി അലിയെ ചവിട്ടുകൊട്ടയിലിട്ടു. അത് മനസ്സിലാക്കി അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് ചാടി. അദ്ദേഹം ലീഗിൽ പോയി. അദ്ദേഹം ലീഗിൻ്റെ ആളൊന്നും ആയിരുന്നു. ലീഗിൽ ചേർന്നു. ലീഗിൽ ചേർന്ന ശേഷം അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ തന്നെ അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം സിവിൽ സർവീസ് ഉണ്ടായിരുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. ഡൽഹിയെ വിറപ്പിച്ച ആളാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി പിടിച്ചുകൊണ്ട് വന്ന് കാഞ്ഞിരപ്പള്ളി നിർത്തി. അദ്ദേഹം ഒരു അഖിലേന്ത്യാ ഫിഗറായിരുന്ന ഒരു പ്രമാണിയായ ഉദ്യോഗസ്ഥൻ എന്നുള്ള പേര് നേടി അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി നിർത്തി ജയിച്ചപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടതായിരുന്നു. ഇനി മന്ത്രിയാക്കിയില്ലെങ്കിൽ പോലും ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടേ ഇല്ല. നിയമസഭയിൽ പോലും അദ്ദേഹം പിൻപഞ്ചിലിരിക്കുന്ന കാഴ്ച കണ്ടത്. അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറി. അത് കഴിഞ്ഞ് അദ്ദേഹം BJP പോയി. BJP-യുടെ രാജ്യസഭാംഗമായി മന്ത്രിയുമായി മന്ത്രിയായി. ഇതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ എത്ര ആളുകളെ തിരസ്കരിച്ചു. സുരേഷ് കുറുപ്പ് ഒരു കാലത്ത് CPM-ന്റെ വിദ്യാർത്ഥി രംഗത്തെ ഏറ്റവും മുഖമായിരുന്നു. KSUവിന്റെ കുത്തക തകർത്ത് യൂണിവേഴ്സിറ്റി പിടിച്ചെടുത്ത ആളാണ്. 84-ൽ ഇന്ദിരാ തരംഗത്തിന്റെ ഭാഗമായി കേരളം ഒട്ടാകെ 19 സീറ്റും കോൺഗ്രസിന് കിട്ടിയപ്പോൾ 1 സീറ്റ് മാത്രമാണ് CPM കിട്ടിയത്. കാരണം എന്താ? സുരേഷ് കുറുപ്പ് കാരണം. പിന്നീട് 3 തവണ MP ആയി, 2 തവണ MLA ആയി. ഒരിക്കൽ പോലും കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെക്കാളും വളരെ ജൂനിയറായ ആളുകളെ മന്ത്രിയാക്കിയപ്പോൾ ആക്കിയില്ല. അദ്ദേഹം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയി ആ കാലത്ത് തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. 40-40 വർഷമായിട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറം മുന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയേറ്റിലും പോളിംഗ് ബ്യൂറോയിൽ വന്നപ്പോഴും ഇപ്പോഴും താടി നടവിക്കൊണ്ട് ഇടയ്ക്കാണ് പാവപ്പെട്ട നമ്മുടെ സുരേഷ് കുറുപ്പ്. അദ്ദേഹം അവിടെ തന്നെ സിന്ധു ജോയ്. ഒരു കാലത്ത് സിന്ധു ജോയ് ആരായിരുന്നു? മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു വനിത എന്ന നിലയിൽ പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നെഞ്ചു കൊടുത്തിരുന്ന
വാരിക്കുന്നത്തിൻ്റെയോ അല്ലെങ്കിൽ വടിവാളിൻ്റെ മുമ്പ് എന്നില്ലെങ്കിലും പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ കാല് നഷ്ടപ്പെട്ട ഞാൻ 2 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ട് സിന്ധു ജോയിയെ. അങ്ങനെയുള്ള ഒരു ധീര വനിതയെ 2 സ്ഥലത്ത് മത്സരിപ്പിച്ചു. ഒരിക്കലും ജയിക്കാത്ത പുതുപ്പള്ളിയിൽ, ഒരിക്കലും ചെയ്യാത്ത എറണാകുളം പാർലമെന്റ്. എങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ ചെറിയ വോട്ടിനാണ് തോറ്റത്. അദ്ദേഹം സിന്ധു ജോയിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല സീറ്റ് കിട്ടുമെന്ന് കരുതി, കൊടുത്തില്ല. SFIയുടെ പ്രസിഡന്റിനെ DYFIയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാക്കി. DYFIയുടെ ഒരു ഭാരവാഹിയും ആക്കിയില്ല. 8-10 ഭാരവാഹികളുണ്ട്, ഒരാൾ പോലും ആക്കിയില്ല. അതേസമയം കോളേജ് അധ്യാപികയായിരുന്ന, പാർട്ടിക്ക് വേണ്ടി ഒരു സേവനവും ഇല്ലാത്ത TN സീമയെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നു. നേരെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, അത് കഴിഞ്ഞപ്പോൾ തൊട്ടുപുറകെ രാജ്യസഭാ അംഗം, ട്രിപ്പിൾ പ്രൊമോഷൻ. ഇപ്പോൾ നവകേരള കർമ്മസമിതിയുടെ കോർഡിനേറ്ററാണ്. ഞാൻ പറയുന്നത് പോയി, അതൊക്കെ പോട്ടെ. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് TN സീമയ്ക്കും സിന്ധു ജോയും താരതമ്യപ്പെടുത്തുമ്പോൾ വല്ല താരതമ്യമുണ്ടോ? പാർട്ടിക്ക് വേണ്ട പോരാളിയായ സിന്ധു ജോയിക്ക് അവസാനം പാർട്ടി വേസ്റ്റിൻ്റെ വന്നു. കുറച്ചാൾ കോൺഗ്രസ് വന്നു, അവർ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. ഇങ്ങനെ എത്ര പേരുണ്ട്. അബ്ദുള്ള കുട്ടിയുടെ കാര്യം വിട്ടുപോയി. അല്ല, അബ്ദുള്ള കുട്ടി വിട്ടുപോയെങ്കിലും അബ്ദുള്ള കുട്ടി കോൺഗ്രസ് വന്നു, അവസാനം BJP പോയി. അത് വഴിക്ക് ഞാൻ പറഞ്ഞത് നേട്ടം ഉണ്ടാക്കിയ ആളുകളെ കുറിച്ചാണ്. ഇങ്ങനെ DYFIയുടെ എത്രയോ നേതാക്കന്മാർ നമുക്കറിയാം. 25 വർഷം മുമ്പ് DYFI ശക്തിപ്പെട്ടപ്പോൾ PR വസന്തൻ എന്ന ഒരാൾ പ്രസിഡന്റായിരുന്നു. T ശശിധരൻ എന്ന് പറഞ്ഞ ഇരിഞ്ഞാലക്കുടക്കാരൻ ജനറൽ സെക്രട്ടറി. അവരെവിടെ? മൺമറഞ്ഞു പോയോ? ജീവിച്ചിരിപ്പുണ്ടോ? ആർക്കും അറിയാമോ? ഇങ്ങനെ ധാരാളം ആളുകളെ കുറിച്ച് പറയാനുണ്ട്. CN രവീന്ദ്രനാഥ് ഒരു കാലത്ത് സംസ്ഥാന സെക്രട്ടറി ആണെന്ന് കരുതപ്പെടുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരു MLA ആയിട്ടില്ല, MP ആയിട്ടില്ല, പാർട്ടിയിലൊന്നുമല്ല. തിരിഞ്ഞു നോക്കാൻ പട്ടിയുമില്ല. അതാണ് സ്ഥിതി. ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് ആരെയിൽ പാർട്ടി ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ച എല്ലാ ആളുകളെയും വഴിയാധാരമാക്കിയ ഒരു പാർട്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയോടൊപ്പം നിന്ന ഇടതുപക്ഷ സഹയാത്രികന്മാർ ഒന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സച്ചിദാനന്ദൻ അദ്ദേഹം ബുദ്ധിജീവിയാണ്. അദ്ദേഹം ഇപ്പൊ അവർ പറയുന്നത് നക്സലാണെന്ന്. നക്സലായിരുന്നിരിക്കാം. പക്ഷെ സച്ചിദാനന്ദൻ എക്കാലത്തും ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം പറഞ്ഞത് തുടർ ഭരണം അപകടമാണ്, മൂന്നാമത് ഭരണം ഉണ്ടാകുന്നത് ഗുണമല്ല. അദ്ദേഹം ഒരു ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉറഞ്ഞുള്ളി നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ഈ പ്രേംകുമാർ ഒരു കാലത്ത് KSU പ്രവർത്തകനായിരുന്നു. KSU വിട്ട ശേഷം അദ്ദേഹം സഖാവ് കൃഷ്ണപിള്ള എന്ന സിനിമയുടെ നായകനായി. ആ സിനിമ PA ബക്കർ സിനിമ റിലീസായില്ല. പിന്നെ ക്രമേണ ഇങ്ങനെ അദ്ദേഹം സഹയാത്രികനായി മാറി. ഒരു അധികാരവും അദ്ദേഹം ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാണ് ചരിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കി. പക്ഷേ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹം ഒരു അച്ചടക്കമുള്ള ആളാണ്, അധികാര ദുർമോഹിയൊന്നുമല്ല. എൻ്റെ അടുത്ത് 40 വർഷമായിട്ട് എൻ്റെ സുഹൃത്താണ്. ഞങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ട്. ഒരു ഔന്നത്യം പുലർത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം ഈ 6 മാസം മാറ്റിയിട്ട് മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരാരോടും പറഞ്ഞില്ല. ഇരട്ട നീതി വന്നപ്പോൾ സച്ചിദാനന്ദനെ അവിടെ ജയിച്ചതും എന്നോട് ചെയ്തതും രണ്ടാണ്. എന്നെ ഇറക്കി വിട്ടതാണല്ലോ എന്ന വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി പറയാൻ നമ്പത്തിനെ. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കോൺഗ്രസ് ആണ് എൻ്റെ തറവാട്. ആ മനോഭാവത്തിലാണ് അദ്ദേഹം വന്നത്. ഇതുപോലെ എത്ര സുരേഷ് VS അച്യുതാനന്ദന്റെ PA SFIയുടെ നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്നാണ് പറയുന്നത്. പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തി എത്ര ആളുകളുണ്ട്? അവരെ ആരെങ്കിലും പുറത്താക്കിയും? ഇതെങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്? 12 വർഷമായി ആ ചെറുപ്പക്കാരനെ പുറത്താക്കി. വഴിയാധാരമായി നിൽക്കുകയാണ്. പാർട്ടിയുടെ അദ്ദേഹം എത്ര തവണ അപേക്ഷ കൊടുത്തു? ചോർത്തി എന്ന് പറഞ്ഞ് പുറത്താക്കിയതിൽ ഷാജഹാനുണ്ട്, മറ്റൊന്ന് പലരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളിൽ ഈ പറയുന്ന സുരേഷ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ആ സുരേഷ് സഹികെട്ടാണ് ഇന്നലെ സതീശന്റെ ജാതിയിൽ പോയത്. അപ്പോഴും പുള്ളി പറഞ്ഞു, ഞാൻ കോൺഗ്രസ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല, രക്തത്തിൽ CPM ആണെന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ വിട്ടിട്ടില്ല. അപ്പോൾ CPM-നുള്ളിൽ രക്ഷയില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, CPM-ലുള്ള ധാർഷ്ട്യം, ധിക്കാരം, പാർട്ടി നേതാക്കന്മാർ കാട്ടുന്ന ഒരു വലിയ വല്ലാത്ത അവസ്ഥ, അത് സഹിക്കാൻ പറ്റുന്നില്ല. പാർട്ടി ജീർണിച്ചു. മാഫിയകൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പണമുണ്ടാക്കുന്ന അധികാരം തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. സൽസ്വഭാവികൾ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വെങ്ങിപ്പൊട്ടുകയാണ്. അതുകൊണ്ട് ഈ തുടർഭരണം ഉണ്ടാകരുന്ന ഏറ്റവും ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരല്ല, CPM-കാരാണ്. ഈ പാർട്ടി നശിച്ചു കാണാൻ ആഗ്രഹിക്കാത്ത CPM-കാർ ഇതൊന്നും മുടിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അല്ല, എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇതിനു മുമ്പും അകന്നു പോയവരിലെ നമ്മുടെ അപ്പുക്കുട്ടൻ മുരളിക്കുന്ന് അല്ലേ, ആ കൂട്ടത്തിൽ വരുന്നതല്ലേ? അപ്പുക്കുട്ടൻ EMS-ന്റെ കുറിച്ച് പുസ്തകം എഴുതിയാണ്. ഏറ്റവും നല്ല പുസ്തകമാണ്, അക്കാദമി അവാർഡ് കിട്ടിയാണ്. അപ്പുക്കുട്ടൻ പള്ളിക്കല്ലേക്ക് അന്ന് ഒരു കാലത്ത് പുറത്താക്കിയാണ്. അല്ല, അങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ EB ചെറിയാൻ നിരവധി ആളുകളുണ്ട്. MP പരമേശ്വരൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആചാര്യൻ, ശാസ്ത്രബോധം കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ ഉണ്ടായ ആൾ, EMS-നെ പോലെ ആളുകൾ മികവഞ്ചിരുന്ന ആള്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്.
ഇങ്ങനെ എത്ര ആളുകൾ, ഞാൻ ഈ പേര് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുസ്തകം എഴുതാനുള്ള പുസ്തകം ഉണ്ട്, അത് പറയാത്തതാണ്. എന്തായിരുന്നാലും CPM എന്ന മുങ്ങുന്ന കപ്പലിൽ നിന്നും എടുത്തു ചാടാൻ വേണ്ടി സഹയാത്രികന്മാരും പാർട്ടി അണികളും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ഈ സുരേഷ് പ്രേംകുമാർ എന്നൊക്കെ പറയുന്ന ഒറ്റപ്പെട്ട ഇനി എത്ര പേര് വരാനിരിക്കുന്നു. KTDCയുടെ ചെയർമാൻ PK ശശി, അദ്ദേഹം ഷൊർണൂർ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ പെണ്ണ് കേസ് പറഞ്ഞിട്ടാണ് ഇന്നത്തെ MLA സ്ഥാനത്ത് മാറ്റിയത്. അത് കഴിഞ്ഞ് KTDC വെച്ചു. അവിടെ പെണ്ണ് കേസ് അന്വേഷിക്കാൻ ആ പാർട്ടി കോടതി ഉണ്ടല്ലോ, ആ കോടതി പാർട്ടിക്ക് നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ പെണ്ണ് കേസിൽ നിന്ന് വിമുക്തമാക്കും, ഇല്ലാത്ത ആളുകളെ അവിടെ ക്രൂശിക്കപ്പെടും. PK ശശിയെ കേസൊന്നും എന്തെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ശശിയെ മറ്റുള്ളവർക്കെല്ലാം 2ാം ടൈം കൊടുത്തപ്പോൾ ശശിയെ മാത്രം മാറ്റി നിർത്തി. ശശിയെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിൽ നിന്ന് മണ്ണാർക്കാട് ഏരിയയിൽ മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹം അസ്വസ്ഥനാണെന്നറിയാം. അദ്ദേഹം വികസന ജാഥ എന്ന് പറഞ്ഞ് മണ്ണാർക്കാട് പോയപ്പോൾ ആ ജാഥയിൽ MP ഗോവിന്ദന്റെ ജാഥയിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ കൂടെ പങ്കെടുത്തില്ല. അപ്പൊ അദ്ദേഹം അസ്വസ്ഥനാണെന്ന് വെച്ചാൽ അദ്ദേഹം അല്ല, ഞാൻ പറഞ്ഞ അസ്വസ്ഥത മൂത്തു നിൽക്കുന്ന നിരവധി ആളുകൾ നേതൃവ്യൂഹത്തിലുണ്ട്, സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. വിസ്മയം എന്ന് പറയുന്നത് ചെറുതാണ്. PD ശശി പറഞ്ഞത് വിസ്മയമാണെന്ന്. വിസ്മയമല്ല, ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നു. ആ ഉരുൾപൊട്ടലിന്റെ ഒലിച്ചുപോക്ക് കേരളത്തിൽ CPM-ന്റെ കഥ തീർക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.